ബഡാ ഇമാംബാരയിൽ നിന്നും നേരെ പോയത് റൂമി ദർവാസ കാണാനാണ്. ഭീമാകാരമായ ഒരു കവാടമാണ് റൂമി ദർവാസ. നവാബുമാരുടെ ഭരണകേന്ദ്രമായ ഔധിലേക്കുള്ള മുഖ്യ കവാടമായാണ് റൂമി ദർവാസയെ കണക്കാക്കിയിരിക്കുന്നത്. വാസ്തുനിർമ്മാണ ശൈലിയിൽ ലോകത്തിന് ഇന്നും ഒരു വിസ്മയമാണ് റൂമി ദർവാസ എന്ന ഔധിന്റെ മുഖ്യ കവാടം. തുർക്കിയിലെ ഇസ്താൻബൂളിൽ സ്ഥാപിച്ചിട്ടുള്ള കവാടത്തെ വെല്ലുവിളിക്കാനായി നവാബ് നാലാമനായ ആസഫ് ഔദ് ദൗലയാണ് ഇവിടെ കവാടം സ്ഥാപിച്ചത്. തുർക്കി ഗേറ്റ് എന്നും ലക്നൌവിൽ ഇതറിയപ്പെടുന്നു. ഒരു കുടയുടെ മാതൃകയിൽ 60 അടി ഉയരത്തിലാണ് കവാടം നവാബ് പണി കഴിപ്പിച്ചത്. കവാടത്തിന് മുകളിൽ വലിയൊരു വിളക്കും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശം മുഴുവൻ വെളിച്ചം ചൊരിയാനുണ്ടാക്കിയതാണ് ഈ സംവിധാനം. ഒരു കാലത്ത് ഔധിന്റെ പ്രൗഢി റൂമി ദർവാസയുമായി ബന്ധപ്പെട്ടായിരുന്നു കിടന്നത്. റൂമി ദർവാസയ്ക്ക് അത്രയൊന്നും അകലെ അല്ലാതെയാണ് ഛോട്ടാ ഇമാംബാര സ്ഥിതി ചെയ്യുന്നത്. മൂന്നാം നവാബായിരുന്ന മുഹമ്മദ് അലി ഷാ നിർമ്മിച്ചതാണ് ഈ സ്മാരകം. സ്വന്തം ഖബറിടവും അതിനടുത്ത് മനോഹരമായൊരു പൂന്തോട്ടവും വേണമെന്ന ഷായുടെ ആഗ്രഹമാണ് ഛോട്ടാ ഇമാംബാരയുടെ നിർമ്മാണത്തിൽ അവസാനിച്ചത്. തൊട്ടടുത്ത് തന്നെയാണ് ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും ഉയരമുള്ള ക്ലോക്ക് ടവറാണിത്. 1880 സ്ഥാപിച്ച ഈ ക്ലോക്ക് ടവറിന് 221 അടി ഉയരമുണ്ട്. ടവറിന് അഭിമുഖമായി വലിയൊരു ജലസംഭരണിയും മനോഹരമായ ഉദ്യാനവും അന്നത്തെ നവാബ് നിർമ്മിച്ചിരുന്നു. ഒരു കുഴപ്പവുമില്ലാതെ കൃത്യസമയം കാണിച്ചു തരുന്ന ക്ലോക്ക് ടവർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഭക്ഷണത്തിനുള്ള നേരം അതിക്രമിച്ചതുകൊണ്ട് ഔധിന്റെ തനത് ഭക്ഷണശാലകളിലേക്ക് ഞങ്ങൾ സഞ്ചരിച്ചു. ചൗക്കിൽ സ്ഥിതി ചെയ്യുന്ന തുണ്ടേ കബാബ് ശാലയായിരുന്നു ലക്ഷ്യം. ലക്നൌവിലെത്തുന്ന ഏത് സഞ്ചാരിയും നിശ്ചയമായും സന്ദർശിക്കേണ്ട ഭക്ഷണശാലയാണ് തുണ്ടേ കബാബ് ശാല. നൂറ്റി 60ഓളം മസാലക്കൂട്ടുകൾ ചേർത്ത് ഇറച്ചി അരച്ചെടുത്ത് തയ്യാറാക്കുന്ന ഇവിടുത്തെ പ്രസിദ്ധമായ കബാബിന്റെ രുചി തേടിയാണ് ഞങ്ങൾ എത്തിയത്. പ്രസിദ്ധമാണ് ഈ കബാബ് ശാല. ഔധിലെ നവാബുമാരുടെ ഇഷ്ടകേന്ദ്രമായിരുന്നു ഈ ഭക്ഷണശാല.
ഒറ്റക്കയ്യനായിരുന്ന ഹാജി മുറാദ് അലിയായിരുന്നു സ്ഥാപകൻ. തുണ്ടേ കബാബ് എന്നാൽ ഒറ്റക്കയ്യൻ്റെ കബാബ് എന്നുമാണ് അർത്ഥം. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇവിടം ഔധിൻ്റെ തനത് രുചികൾ ആവശ്യക്കാരിലെത്തിക്കുന്നു. മുഗളായി റൊട്ടിയും കബാബും ബിരിയാണിയും തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ആദ്യമായാണ് വിചിത്രവും ആസ്വാദ്യകരവുമായ രുചി അനുഭവിച്ചറിഞ്ഞത്. തുടർന്ന് ഞങ്ങൾ പോയത് ബ്രിട്ടീഷ് റെസിഡൻസി മന്ദിരം കാണാനാണ്. ആയിരത്തി 1857 ബ്രിട്ടീഷുകാർക്ക് അഭയമായത് ഈ കെട്ടിടമായിരുന്നു. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭകരെ ഭയന്ന് 3000-ഓളം ബ്രിട്ടീഷുകാർ ഇവിടെ അഭയം പ്രാപിച്ചു. രണ്ടായിരത്തോളം പേർ കൊല്ലപ്പെട്ടു. 1000-ഓളം ആളുകൾക്ക് ഭയന്ന് വിറച്ചിവിടെ കഴിയേണ്ടി വന്നു. ആയിരക്കണക്കിന് ബ്രിട്ടീഷുകാരുടെ ശവക്കല്ലറകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. വലിയ നാശങ്ങളൊന്നും സംഭവിക്കാതെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടം സംരക്ഷിക്കുന്നുണ്ട്. കാണാത്ത ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ചരിത്ര നഗരമായ ഔധ് മേഖലയും ലക്നൌവും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. കാണാത്ത India@gmail.com അല്ലെങ്കിൽ ചുവടെ പറയുന്ന നമ്പറുകളിലേക്ക് SMS ചെയ്യുക. 9911915105 9711449098.